ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 2024 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. തീർച്ചയായിട്ടും PSC എക്സാമുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം മദാപ്പർ, കച്ച് ജില്ല, ഗുജറാത്ത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ജയ് ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് ജയ് ഷാ. 2022 ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവുമധികം ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്, തെലങ്കാന. അടുത്ത ചോദ്യം, മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടിൻ്റെ പേര്? പ്ലൂട്ടോ. അടുത്ത ചോദ്യം, അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം? പോളണ്ട്. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ പുതിയതായി ആരംഭിച്ച തമിഴിക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാരാണ്? വിജയ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ M. മോഹൻ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയുടെ പേര്? ഏകീകൃത പെൻഷൻ പദ്ധതി. ഏകീകൃത പെൻഷൻ പദ്ധതി. ഈ പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1 മുതലാണ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേവാ മേധാവി? 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി ആരാണ്? എസ് പത്മനാഭൻ. എസ് പത്മനാഭൻ. അടുത്ത ചോദ്യം, കേരളീയനായ ആദ്യ സൈനിക മേധാവിയാണ് അദ്ദേഹം, എസ് പത്മനാഭൻ. അടുത്ത ചോദ്യം, മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 നേടിയത് ബൈജു ചന്ദ്രൻ. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് നശമുക്ത് ഭാരത് അഭിയാൻ. നശമുക്ത് ഭാരത് അഭിയാൻ. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസത്തിൻ്റെ പേര്? മിശ്രശക്തി 2024. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡിൻ്റെ പേരാണ് ഫ്രഷ് ബൈറ്റ്സ്. ഫ്രഷ് ബൈറ്റ്സ്. അടുത്ത ചോദ്യം, മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരാണ്? മോഹൻലാൽ. 2024 രാജിവെച്ചതാരാണ്? മോഹൻലാലാണ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സത്യപ്രകാശ് സാങ്വാൻ. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത് ജന്മദിനമാണ് ആചരിച്ചത്? 161ാമത്തത്. അടുത്ത ചോദ്യം, കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തം ലക്ഷ്യമിടുന്ന സ്പേസ് എക്സിൻ്റെ ദൗത്യം? പോളാരിസ് ഡോൺ. പോളാരിസ് ഡോൺ. അപ്പോൾ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സ് എന്ന കമ്പനിയാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ഡംബർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? അപ്പം ഡംബർ അണക്കെട്ട് എവിടെയാണ്? ത്രിപുരയിലാണ്. ഡംബർ അണക്കെട്ട് ത്രിപുര. അടുത്ത ചോദ്യം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് കൊല്ലത്താണ്. അടുത്ത ചോദ്യം, ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ. അടുത്ത ചോദ്യം, അടുത്തിടെ ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ പേരെന്താണ്? ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ഓഗസ്റ്റിൽ ആചരിച്ചത്? 170ാമത്തത്. അതേപോലെ ഐക്യരാഷ്ട്രസഭ ഭാവിയുടെ ഉച്ചകോടി 2024 വേദിയാകുന്നത് എവിടെയാണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം ഏതാണ്? ന്യൂയോർക്കാണ്. അടുത്ത ചോദ്യം, ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ്? ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ്? ഷുവേലുച്ച് അഗ്നിപർവ്വതം. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്? ഡ്രീം വെസ്റ്റർ. അടുത്ത ചോദ്യം, അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന ATV റോക്കറ്റ് ഏതു സ്പേസ് ഏജൻസിയുടേതാണ്? ISRO. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? ഭുവനേശ്വറിലാണ്. അടുത്ത ചോദ്യം, 2024 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ സൈറ്റുകൾ ഉൾപ്പെടുത്തിയ 3 സൈറ്റുകൾ ഏതെല്ലാമാണ്? അപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത 3 റംസാൻ സൈറ്റുകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? തമിഴ്നാട്ടിലെ നഞ്ചരായൻ പക്ഷി സങ്കേതം, കഴുവേലി പക്ഷി സങ്കേതം, അതേപോലെ മധ്യപ്രദേശിലെ തവ റിസർവോയർ. ഇത്രയുമാണ് 3 നിലവിൽ ഇന്ത്യയിൽ 85 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? പി ഹരീഷ്. അടുത്ത ചോദ്യം, 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ ദിക്കോർ. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്, ആടുജീവിതം. മികച്ച നടൻ പൃഥ്വിരാജ്, ആടുജീവിതം. അടുത്ത ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് അതിന്റെ പ്രമേയം. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്നും പിൻവലിച്ച ജേഴ്സി നമ്പർ എത്രയാണ്? 16. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS 08. അടുത്ത ചോദ്യം, 2024 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഏതാണ്? ആസാമിലെ അഹോം രാജവംശത്തിന്റെ മൈദം ശവകുടീരങ്ങളാണ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റ് ഏത് രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? കുരങ്ങുപനി അല്ലെങ്കിൽ മങ്കി പോക്സ് അല്ലെങ്കിൽ എംപോക്സ്. അടുത്ത ചോദ്യം, എംപോക്സിനെ ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2024 ഓഗസ്റ്റ് 14. അപ്പോൾ 2024 ഓഗസ്റ്റ് 14 എംപോക്സിനെ ആഗോള അടിയന്തരാവസ്ഥയായിട്ട് എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റ് ബ്രസീലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം ഏതാണ്? എക്സ് ആണ്. അടുത്ത ചോദ്യം, കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കൽപ്പസുവർണ, കൽപ്പശതാബ്ദിയാണ്.
അടുത്തത് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയൻ സ്ഥാപിച്ചത് എവിടെയാണ്? അമേരിക്കയിലാണ്. സ്റ്റാച്യു ഓഫ് യൂണിയൻ അമേരിക്കയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർ ചിത്രം ഒരുങ്ങുന്നത് എവിടെയാണ്? കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂർ, തലശ്ശേരി. അപ്പോൾ കതിരൂർ ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർ ചിത്രം ഒരുങ്ങുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പൂനെ. അപ്പോൾ നിലവിൽ വന്നത് എവിടെയാണ്? പൂനെയിലാണ് ആദ്യ ഭരണഘടനാ പാർക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കോർബ ജില്ലയിലെ കത്ഖോര നഗരം ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്? ഏതൊക്കെയാണ്? ഇന്ത്യ, മലേഷ്യ. അടുത്ത ചോദ്യം, അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്കാണ് സ്നേഹിത. അപ്പം അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? സ്നേഹിത. അതേപോലെ മഹാരാഷ്ട്രയിലെ ആദ്യ സോളാർ നഗരമാണ് മാനിച്ചവാടി. അടുത്ത ചോദ്യം, സദ്ഭാവന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആരുടെയാണ്? രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കി, രണ്ടായിരത്തി അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? ദുബായിയാണ്. ദുബായ്. അതേപോലെ സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും 12ാം ക്ലാസ് വരെയാക്കി സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഖാദർ കമ്മിറ്റി. അടുത്ത ചോദ്യം, പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ അതിൻ്റെ പേരാണ് നിള. അപ്പം പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ്റെ പേരാണ് നിള. അതേപോലെ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് വിജയാമൃതം. വിജയാമൃതം. അടുത്തത്, പാരീസ് പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ആരാണ്? സുമിത് ആന്റിലാണ്. സുമിത് ആന്റിൽ. അതേപോലെ അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവശേഷം കൈക്കുഞ്ഞിനെ പരിപാലിക്കാനുള്ള സഹായധന പദ്ധതിയുടെ പേരാണ് മാതൃജ്യോതി. അപ്പോൾ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവശേഷം കൈക്കുഞ്ഞിനെ പരിപാലിക്കാനുള്ള സഹായധന പദ്ധതിയുടെ പേരാണ് മാതൃജ്യോതി. അടുത്ത ചോദ്യം, ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. അതേപോലെ അടുത്ത ചോദ്യം, ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം ഏതാണ്? നുസാന്തര. അടുത്ത ചോദ്യം, 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് കൊച്ചി. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അമേരിക്ക. 40 സ്വർണ്ണമടക്കം 126 മെഡലാണ് അവർ സ്വന്തമാക്കിയത്. 2ാം സ്ഥാനത്ത് ചൈനയാണ്, 91 മെഡലുകൾ. 3ാം സ്ഥാനം ജപ്പാനാണ്, 45 മെഡലുകൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71ാം സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മെഡൽ 1 വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലുകളാണ് നമുക്ക് കിട്ടിയത്, ഇന്ത്യക്കാർക്ക് കിട്ടിയത്. അടുത്ത ചോദ്യം, ആരോഗ്യ മേഖലയിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? എറണാകുളം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര. മികച്ച ഗ്രാമപഞ്ചായത്ത് മണീഡ്, എറണാകുളം ജില്ലയാണ്. മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനിയാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവരാണ് 2022-23 ആർദ്ര കേരള പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ 2023 മികച്ച കർഷകനുള്ള CB കല്ലിങ്കൽ സ്മാരക കർഷോത്തമ പുരസ്കാരം നേടിയതാരാണ്?
രവീന്ദ്രൻ നായരാണ്. രവീന്ദ്രൻ നായർ, ഇടുക്കി. അടുത്ത ചോദ്യം, 2023 ഏറ്റവും മികച്ച തെങ്ങ് കർഷകർക്കുള്ള കേരകേസരി പുരസ്കാരം നേടിയത് ആരാണ്? PT സുഷമയാണ്. PT സുഷമ. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിന് 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? 1 രൂപയാണ്. അപ്പം 1949 ഓഗസ്റ്റ് 12-നാണ് കേന്ദ്ര ധനമന്ത്രാലയം 1 രൂപ നോട്ട് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കപ്പെടുന്ന പദ്ധതിയുടെ പേരാണ് വെളിച്ചം. അപ്പോൾ കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കപ്പെടുന്ന പദ്ധതിയുടെ പേരാണ് വെളിച്ചം. അതേപോലെ അടുത്ത ചോദ്യം, വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിത ഏതാണ്? ഉറ്റവർ. അടുത്ത ചോദ്യം, വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. അടുത്ത ചോദ്യം, രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? വിസ്താര. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടക്കുന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് തരംഗ് ശക്തി. തരംഗ് ശക്തി. അതിൻ്റെ 1ാം ഘട്ടത്തിൻ്റെ വേദി ഏതാണ്? സുലൂറാണ്. 2ാം ഘട്ടത്തിൻ്റെ വേദി ജോധ്പൂറാണ്, രാജസ്ഥാൻ. അടുത്ത ചോദ്യം, 10 പ്രാദേശിക ഭാഷകളിൽ ലോക്സഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനൽ ഏതാണ്? സൻസദ് TV ആണ്. സൻസദ് TV. ഭാഷകൾ ഏതൊക്കെയാ? ഒഡിയ, പഞ്ചാബി, തെലുങ്ക്, ബംഗാളി, ആസാമീസ്, കന്നഡ, ഗുജറാത്തി, തമിഴ്, മറാത്തി, മലയാളം എന്നീ ഭാഷകളിലാണ് ലോക്സഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പൊതുകാര്യ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന സർക്കാർ ടെലിവിഷൻ ചാനലാണ് സൻസദ് TV. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. അടുത്ത ചോദ്യം, അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിലെ ഹോസ്പേട്ടിൽ ഗേറ്റ് ചങ്ങല പൊട്ടിയതിനെ തുടർന്ന് തുംഗഭദ്ര ഡാമിൻ്റെ ഗേറ്റ് ഒഴുകിപ്പോയിരുന്നു. ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്ത ചോദ്യം, ഓഗസ്റ്റിൽ വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴ ദ്വീപ് ഏതാണ്? സെന്റ് മാർട്ടിൻസ് ദ്വീപാണ്. സെന്റ് മാർട്ടിൻസ് ദ്വീപ്. അടുത്ത ചോദ്യം, ഓഹരി വിപണി നിയന്ത്രണ അതോറിറ്റി ആയ സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ട് ഏതാണ്? അതിൻ്റെ പേരാണ് സേവ. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടിയാണ്. അടുത്ത ചോദ്യം, ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിപാടിയുടെ പേരാണ് സത്യമേവ ജയതയാണ് പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, ഇത് നടപ്പിലാക്കുന്നവരാണ് കെറ്റ് കേരളയാണ്. അടുത്ത ചോദ്യം, കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പിൻ്റെ പേരാണ് കതിർ. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ ആപ്പിൻ്റെ പേരാണ് കതിർ. അടുത്ത ചോദ്യം, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരാണ് ആരോഗ്യ കിരണം. അപ്പം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കിടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരാണെന്ന് ആരോഗ്യ കിരണം പദ്ധതി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇറ്റാനഗറാണ്. ഇറ്റാനഗർ. അടുത്ത ചോദ്യം, വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം എവിടെയാണ് നിലവിൽ വന്നത്? ഡൽഹി. അടുത്ത ചോദ്യം, GSTക്ക് മുൻപുള്ള നികുതി കുടിശ്ശികകൾ തീർക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് ആംനസ്റ്റി പദ്ധതി. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയുടെ പേരാണ് മേഘദൂത് പദ്ധതി.